Assalamualaikum. Hello friends, welcome back to Shajees recipes. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക പായസമാണ്. ചക്ക പായസം എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചക്ക പായസം. അതിന് വേണ്ടത് കുറച്ച് വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്കയിലാണ് നമ്മളിവിടെ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ കുറച്ച് ചേരുവകൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം. അത് നമ്മൾ ഉരുക്കിയെടുത്ത് വരുമ്പോൾ 1.5 കപ്പ് ഉണ്ടാവണം. അത് നമുക്കൊന്ന് ആദ്യം ഉരുക്കിയെടുത്തിട്ട് വരാം. ഒരു 200 ഗ്രാം ശർക്കര നമ്മൾ ഇതിലോട്ട് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് നല്ലതുപോലെ ഉരുക്കിയെടുക്കാം. ശർക്കര നല്ലതുപോലെ ഉരുക്കി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുത്ത് വയ്ക്കാം. ശർക്കര ഇതാ ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1.5 കപ്പ് ഉണ്ടാവും. 1.5 കപ്പ് എടുത്ത് വെക്കണം. പിന്നെ വേണ്ടത് ചക്ക ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് ഈ ചക്ക നമുക്ക് വേവിക്കാനായി വെച്ച് കൊടുക്കാം. അതിനായി ഞാൻ ഇവിടെ വേവിക്കാൻ എടുക്കുന്നത് തേങ്ങാപ്പാലാണ്. 3-ാം പാലാണ് എടുക്കുന്നത്. 3-ാം പാൽ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ 2-ാം പാൽ 1 കപ്പും 1-ാം പാൽ 1/2 കപ്പുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇത് വേവിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3-ാം പാൽ ഉപയോഗിച്ച് ഇത് നമുക്ക് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഇതാ ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കി ചക്കയുടെ വെള്ളമൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ചക്ക വെന്ത് വന്നിട്ടില്ല, കുറച്ചുകൂടി വേവേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ചക്കയ്ക്കും ഓരോ പരുവമാണ്. ചില ചക്കകൾ പെട്ടെന്ന് വെന്ത് വരും. ഈ ചക്ക കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ 2-ാം പാലൂടെ ചേർത്ത് നമുക്ക് ഒഴിച്ച് വേവിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2-ാം പാലൂടെ ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി വയ്ക്കണം കേട്ടോ. ഇളക്കി വയ്ക്കാൻ മറന്നു പോകരുത്. അടപ്പ് തുറന്ന് നോക്കാം. 2-ാമത്തെ പാലും ഇതാ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ശർക്കര ഇതിലോട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ശർക്കര കുറേശ്ശെ എടുത്ത് വേണം നമ്മളിതിലോട്ട് ഒഴിച്ച് ഇളക്കി കൊടുക്കാൻ. ആദ്യം നമുക്ക് 1/2 കപ്പ് ശർക്കര ഇതിലോട്ട് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1/2 കപ്പ് കൂടി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് ഇളക്കി നല്ലതുപോലെ ഇളക്കി വെച്ച് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ആ തിള വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മാവ് കലക്കിയെടുക്കാം. ഒരു 1/4 കപ്പ് പത്തിരി മാവ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പത്തിരി മാവ് നമുക്ക് 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് കലക്കിയെടുക്കണം. ലൂസാക്കി കലക്കിയെടുക്കണം. മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കലക്കിയെടുക്കാൻ. ഇത്രയും ലൂസ് ഉണ്ടാവണം മാവിന്. ശർക്കര നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള 1/2 കപ്പ് ശർക്കര കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ശർക്കര നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കാൻ മറക്കരുത്. കാരണം മാവ് ഇതിലോട്ട് ഒഴിക്കുമ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. കൈ എടുക്കാതെ ഇത് ഇളക്കി കൊടുക്കുകയും വേണം. മാവ് നല്ലതുപോലെ ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന 3-ാം പാലൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ 3-ാം പാൽ ഒഴിക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലാവാൻ ശ്രദ്ധിക്കണം. 3-ാം പാൽ തിളയ്ക്കാൻ പാടില്ല. നമ്മൾ ഇത് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് എടുത്തു വെച്ച് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ഇതിലോട്ടിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർക്കണമെങ്കിൽ ചേർക്കാം. എല്ലാം അണ്ടിപ്പരിപ്പ് താളിച്ചിടണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ അതൊന്നും ചെയ്യുന്നില്ല. ഇതിപ്പോൾ ചക്ക പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റിയായ നല്ല രുചിയുള്ള ചക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരിക്കലെങ്കിലും വരിക്കച്ചക്ക കിട്ടാതിരിക്കില്ല. ആ സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല എളുപ്പമല്ലേ? ഇത് ഉണ്ടാക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.